നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന NDA മുന്നണിക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു. പക്ഷേ കുറച്ച് പാവം CPM അനുയായികളും അണികളും ഇതൊന്നും പറയാൻ വയ്യാത്ത സ്ഥിതിയാണ്. പണ്ടത്തെ കാലത്ത് ഈ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇടക്കാലത്ത് വെച്ച് പത്മഭൂഷണൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പ്രതിരോധവും, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സുകുമാരൻ നായർ സാറിനുമായിട്ടൊരു ചർച്ചയ്ക്ക് പോക്കും, അതിനെ തടഞ്ഞ സുകുമാരൻ നായർ സാറും അതിൻ്റെ മറുപടിയൊക്കെ ആയിട്ട് നീങ്ങിയതാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ പ്രചരണം തുടങ്ങി. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പാർട്ടികൾ ഉണ്ടാക്കി അധികാര കസേരയിൽ അടയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗിന് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ വീണ്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് അധികാരത്തിൽ കയറി കിട്ടാവുന്നതെല്ലാം സ്വന്തമാക്കിയെന്നും കിട്ടിയതൊന്നും പോരാ എന്നതാണ് അവരുടെ നിലപാടെന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. SNDP യോഗത്തിൻ്റെ മുഖമാസികയായ യോഗനാഥത്തിലൂടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലില്ലാത്തതിനാൽ ഇനി അധികാരത്തിൽ വന്നാൽ ആ 10 വർഷത്തെ കുറവ് കൂടി നികത്തുന്ന തരത്തിൽ എല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഈഴവർ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ സമുദായങ്ങൾ തമ്മിൽ തല്ലി നശിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലുണ്ട്. അധികാര പങ്കാളിത്തം ഔദാര്യമല്ല എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ ടൈറ്റിൽ. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലം ഒഴിച്ചു നിർത്തിയാൽ ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്, പ്രത്യേകിച്ച് ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നാക്ക അധസ്ഥിത വിഭാഗങ്ങൾക്ക് നഷ്ടക്കച്ചവടമായിരുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അടയിരിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ SNDPയുടെ കാര്യം ഓർത്തുപോയി. വെള്ളാപ്പള്ളി സാറ്, മോൻ സാറ്, ഭാര്യ മാഡം എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗമാണ് ഞാൻ ഈ അടയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്. ഇതിപ്പോൾ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ സാധാരണ ഇതിനെ എതിർത്ത് രംഗത്ത് വരേണ്ടത് CPIM ആണ്. പക്ഷേ സംഗതി അതല്ലാത്ത വേറൊരു തരം പൊളിറ്റിക്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എതിർക്കുന്നത് ലീഗിനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർക്കാർക്കും രംഗത്ത് വന്ന് എതിർക്കാൻ വയ്യ. പക്ഷേ വെള്ളാപ്പള്ളി സാർ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഗുണം CPMന് കിട്ടുമോ? അത് കിട്ടത്തുമില്ല. വെള്ളാപ്പള്ളി സാർ ഇത് പറയുന്നത് CPMന് ഗുണം കിട്ടാനാണോ? അതുമല്ല. കാരണം ഈ പറച്ചിലെല്ലാം ഈ വെള്ളാപ്പള്ളി സാറിന് പത്മഭൂഷൺ കൊടുത്ത ചുറ്റിനും കരിമ്പൂച്ചകളെ നിർത്തിയിരിക്കുന്നവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒന്നുകൂടി എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞു. അത് വേറൊന്നുമല്ല, ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ, അതായത് ഈ രണ്ടുപേരും ഒരുപോലെ ഇത് പിടിച്ചു വാങ്ങിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ അവസ്ഥ. ഏതായാലും വളരെ സവിശേഷമായ ഒരു പ്ലാറ്റ്ഫോമിൽ സവിശേഷമായൊരു രുചിക്കൂട്ടോടു കൂടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് വെന്ത് കോരിയെടുക്കുമ്പോൾ എന്തായി തീരുമെന്നറിയാൻ ഇത്തിരി കാത്തിരിക്കണം. ഇത്തിരി കാത്തിരുന്നാൽ മതി, ബാക്കിയെല്ലാം ശരിയാവും.